കേരള ടെക് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ അനൗൺസ് ചെയ്ത കേരള PSC AE ഇലക്ട്രിക്കൽ ഡിഗ്രി ലെവൽ ഗൈഡിന് നിങ്ങൾ തന്ന മികച്ച പ്രതികരണത്തിന് ഒരുപാട് നന്ദി. ഒരുപാട് പേർ ഈ ബുക്കിൻ്റെ ഉള്ളിൽ എന്തെല്ലാമാണെന്നും ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും ചോദിച്ചിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഈ ബുക്കിൻ്റെ ഒരു കംപ്ലീറ്റ് വാക്ക് ത്രൂ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചാപ്റ്ററിൽ തുടങ്ങി എങ്ങനെയാണ് ഓരോ ടോപ്പിക്കും കവർ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വിശദീകരിച്ച് കാണിച്ചു തരാം. അതോടൊപ്പം ഈ ബുക്ക് എങ്ങനെ ഓർഡർ ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ പുസ്തകത്തിൻ്റെ സാമ്പിൾ കോപ്പി. ആദ്യമായി ഈ പുസ്തകം എങ്ങനെ എഫക്റ്റീവായി ഉപയോഗിക്കാമെന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. ഓരോ ചാപ്റ്ററിലെയും അൾട്ടിമേറ്റ് കൺസെപ്റ്റ്സ് ആദ്യം വായിക്കാനും അതിനുശേഷം സോൾവ്ഡ് PYQ ചെയ്യാനും അവസാനം പ്രാക്ടീസ് എക്സസൈസ് വഴി നിങ്ങളുടെ നോളേജ് ഉറപ്പിക്കാനും ഇതിൽ പറയുന്നു. ഇനി നമുക്ക് കണ്ടൻസ് നോക്കാം. സിലബസിലെ 10 മൊഡ്യൂളും കൃത്യമായി ഓർഡറിൽ ചാപ്റ്റേഴ്സായി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഏറ്റവും ഒടുവിൽ ഒരു ഫുൾ ലെങ്ത് അപ്ഗ്രേഡഡ് മോഡൽ പേപ്പറും അഡ്വാൻസ് ആൻഡ് എക്സ്ട്രാ ടോപ്പിക്സും പിന്നെ ഒരു ഫൈനൽ റിവിഷൻ സെക്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാപ്റ്റർ 1 ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ഡീറ്റെയിൽ ആയി എങ്ങനെ നോക്കാം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം കിട്ടും. ഓരോ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എന്തെല്ലാം വേണമെന്ന് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഹൈ ഈൽഡിംഗ് ടോപ്പിക്സും പിന്നെ എക്സാം ട്രെൻഡും എന്നൊരു ബോക്സും കാണാം. ഇതിൽ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത ശേഷം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ന്യൂമറിക്കൽസ് വരുന്നതെന്നും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് തിയറിക്ക് ഇമ്പോർട്ടൻസ് എന്ന് ക്ലിയറായി പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് സ്ട്രാറ്റജിക് ഇൻപുട്ടാണ്. അടുത്തതാണ് അൾട്ടിമേറ്റ് കൺസെപ്റ്റ്സ്. ഇതിലൂടെ നമുക്ക് തിയറി ഒരു സമ്മറി എന്ന രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാം. നോക്കൂ, തെവെനിൻസ് നോർട്ടൺസ് തിയറം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, മാക്സിമം പവർ ട്രാൻസ്ഫറിൻ്റെ ഡിഫറെൻറ്റ് കേസസ് ഏതൊക്കെയാണ്, സ്റ്റാർ ഡെൽറ്റയുടെ ഫോർമുലാസ് എല്ലാം വളരെ ലളിതമായി കൊടുത്തിരിക്കുന്നു. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഡിഫറെൻറ്റ് വേവ് ഫോംസിൻ്റെയും ആവറേജ് വാല്യൂ, ഫോം ഫാക്ടർ അങ്ങനെ എല്ലാ ഒരു ടേബിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് റിവിഷൻ സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ റെസൊണൻസിൻ്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫോർമുലകളും സീരീസും പാരലലിൻ്റെയും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒരു ഡീപ്പ് ഡൈവ് ബോക്സ് എന്ന കൺസോൾട്ടേറ്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ ഇത് മാത്രം മതിയാകും. ഇതിൽ കൂടാണ്ട് നിങ്ങൾക്ക് 15 സോൾവ്ഡ് PYQ ബേസ്ഡ് ക്വസ്റ്റ്യൻസും എല്ലാം സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 15 ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതും കൂടാണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു 10 ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, ഈ ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് നോക്കാം. അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് നിങ്ങൾ ഒരു റിവിഷൻ ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്ററിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ PSC റിവിഷൻ ടേബിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ന്യൂമറിക്കൽ ഭാഗത്ത് നിന്ന് ഏത് ചോദ്യങ്ങൾ കൂടുതൽ വരുന്നു, തിയററ്റിക്കൽ ഭാഗത്ത് നിന്ന് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതെന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ എന്ന രീതിയിലാണ് ഇവിടെ ഈ ടേബിൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ചാപ്റ്ററിൻ്റെയും അവസാനം ഇങ്ങനൊരു ടേബിൾ ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പുസ്തകത്തിനെ കുറിച്ചൊരു നല്ല ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് എങ്ങനെ ഓർഡർ ചെയ്യാമെന്ന് നോക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ഞാൻ രജിസ്ട്രേഷൻ ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫോമിലേക്ക് എത്തിപ്പെടും. ആദ്യം തന്നെ നമ്മളൊരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള പിള്ളേർക്ക് നമ്മളൊരു ഓഫർ കൊടുത്തിരുന്നു. 299 പ്ലസ് 50 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അത് നമുക്ക് അത് 20-ാം തീയതി വരെയാണ് നമ്മൾ കൊടുത്തിരുന്നത്. 20-ാം തീയതി കഴിഞ്ഞതിനാൽ നമ്മളത് 349 പ്ലസ് 50 ആണ് നമ്മൾ ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്. മൊത്തം 399 ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളിതിൽ ഇമെയിൽ ID യും നിങ്ങളുടെ ഫുൾ നെയിമും വാട്സാപ്പ് നമ്പറും പിന്നെ ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ബുക്കിനെക്കുറിച്ച് അറിവ് കിട്ടിയത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നിങ്ങൾ ഈ ബുക്ക് പരിചയപ്പെട്ടതെന്നും പിന്നെ ഷിപ്പിംഗ് അഡ്രസ്സ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, ലാൻഡ് മാർക്ക്, പിന്നെ നിങ്ങൾ ഇതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ പേയ്മെൻറ്റ് നമ്മൾ ഇത് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ആഡ് ഫയൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻഷോട്ട്, പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ID യും പിന്നെ എത്ര കോപ്പീസ് വേണമെന്നും പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഫോം ഫില്ല് ചെയ്തതിൻ്റെ സംഭവം നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്ക് വരുന്നതാണ്. ഫ്രണ്ട്സ്, ഈ പുസ്തകം നിങ്ങൾക്ക് പ്രിപ്പറേഷന് ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതാണ് ഞങ്ങളുടെ മോട്ടോ, സക്സസ് ഇൻ യുവർ ഹാൻഡ്സ്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.